ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് വീക്കെൻഡിൻ്റെ റീഡിംഗ് ആണ്. സാറ്റർഡേ സൺഡേയുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു വീക്കെൻഡിൻ്റെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. സാറ്റർഡേ സൺഡേയുടെ എനർജിയാണ് നോക്കാൻ പോകുന്നത്. പയൽ നമ്പർ 1. ഇവിടെ വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ്. നമ്പർ 10 ആണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. അപ്പോൾ ഫസ്റ്റ് ഡേ വന്നിട്ട് നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഇന്നത്തെ ദിവസം വന്നിട്ട് മണി, ഫിനാൻസ് അല്ലെങ്കിൽ അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിന്നുപോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു എനർജിയിൽ ഒരു ലോ ഫീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലൊരു ലോ എനർജി കുറേ നാളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാനായിട്ട്, അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ 10 ഓഫ് സോഡ്സ്, ഏസ് ഓഫ് wandsന്റെ എനർജി, കിങ് ഓഫ് സോഡ്സ്, എംപറർ. 2 മാസ്കുലിൻ എനർജിയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ സാറ്റർഡേ നിങ്ങളോട് ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര, മണിപ്പൂര ചക്ര, അതിൻ്റെ ഹീലിങ്ങിൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതായത് സ്ട്രെങ്ത് ആവശ്യമുള്ള, ധൈര്യം ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉറച്ചു പറയേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് നിങ്ങൾ തുറന്നു പറയാനായിട്ട്, ആ ഒരു പവറിൽ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു എനർജി ആവശ്യം വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ പവർ പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാകാം, അവസരം ലഭിക്കുന്നുണ്ടാകാം. അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ധൈര്യപൂർവ്വം നേരിട്ടിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് സാറ്റർഡേയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സൺഡേയുടെ എനർജിയിൽ വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പാഷനായിട്ട്, നിങ്ങൾക്ക് കുറേ നാളായിട്ട് ചെയ്യണം എന്ന് കരുതിയ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു എനർജി അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി ആയിരിക്കാം. കുറച്ചും കൂടെ സ്ലോ ആയിട്ട് നിങ്ങളുടെ ടൈം എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇൻഡിപെൻഡൻസ് ആണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാട്, നെയ്ബേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇന്നത്തെ ദിവസം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹോം അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം, സംരക്ഷിച്ച് നിർത്താനായിട്ട് ഇന്നത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് പേർ ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ന്യൂ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പുതിയ ഐഡിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ എഗെയിൻ ആ ഒരു സ്ട്രെങ്ത്തിൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിൽ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക, തിരഞ്ഞെടുക്കാനായിട്ടും ഇന്നത്തെ ദിവസം ശ്രമിക്കുക. കുറച്ച് പേർക്ക് കണ്ടൻ്റ് ആയിരിക്കാം, നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ടി വിയിൽ എന്ത് കണ്ടൻ്റാണ് കാണാനായിട്ട് നിങ്ങൾ എനർജി കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം കൊടുക്കുന്നത്, അത് കുറച്ചും കൂടെ വൈസായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് ഹയർ അതോറിറ്റീസ്, ഈ ഒരു വീക്കെൻഡിൻ്റെ എനർജിയാണ്. ഹയർ അതോറിറ്റീസ്, ഹയർ പവറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ അതെങ്ങനെ ബ്യൂട്ടിഫുള്ളി അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് നേരിടാം, അതിനെക്കുറിച്ചിട്ടും ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ടും ഈ ഒരു വീക്കെൻഡ് പറയുന്നുണ്ട്. ബാക്കിലിവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു സാറ്റർഡേയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവേക്കനിങ് അല്ലെങ്കിൽ
എന്തെങ്കിലും മറഞ്ഞിരുന്ന കാര്യങ്ങൾ, മറന്ന് പോയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവേക്കനിങ് എനർജി അത് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഹിഡൻ ആയിട്ടുള്ള സത്യങ്ങൾ മുന്നിലോട്ട് വരുന്ന ഒരു എനർജിയും ആകാം. ഇവിടെ വന്നിട്ട് ഹെർമിറ്റിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് അഗെയിൻ റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ ബ്ലെസ്സിങ് ഈ ഒരു സൺഡേ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം, സ്പേസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രായമായിട്ടുള്ള വ്യക്തികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസിൽ നിങ്ങൾ കൺസേൺഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്, ഹീലിങ്ങിൻ്റെ എനർജിയും ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ഒത്തിരി വിസ്ഡം, ഒത്തിരി നോളേജ് നൽകുന്ന, ഒത്തിരി ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ഇവൻറ്റ്സും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടാകാം. ഇത് കുറച്ച് പേർക്ക് വേൾഡിൽ നടക്കുന്ന എനർജിയും ആകാം. ഓക്കെ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിയിപ്പ്, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ് പൈൽ നമ്പർ 2യുടെ. താങ്ക് യു. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, ടെമ്പറൻസ്, again pentacles, queen of pentacles in the energy, death, 7 of wands, high priestess. Okay, ഇവിടെ സാറ്റർഡേ സൺഡേയുടെ എനർജിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാറ്റർഡേയുടെ എനർജി നോക്കാം. സാറ്റർഡേ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹോം, ഫാമിലി, കുടുംബം, അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ എനർജി, വളർത്തുമൃഗങ്ങൾ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ് കൂടുതലായിട്ട് ഫോക്കസിൽ വരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹോമിൽ, ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് നടക്കുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് നൽകുന്ന, സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജി ഈ ഒരു ദിവസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മണി, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി അബൻഡൻസിൻ്റെ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വ്യക്തികൾ, ഓക്കെ, അവരുടെ എല്ലാം ഒരു ബ്ലെസ്സിങ്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഫെമിനിൻ എനർജി, അതായത് നർച്ചർ ചെയ്യുക, പരിപാലിക്കുക, അല്ലെങ്കിൽ മദറിൻ്റെ എനർജി ആയിരിക്കും. അത് കുറച്ചും കൂടെ കെയർഫുള്ളി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി 7 ഓഫ് വോൺസിൽ വന്നിട്ട് ഒത്തിരി റെസിസ്റ്റൻസിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എതിർക്കുക, എന്തെങ്കിലുമൊക്കെ എനർജീസ് കടന്നു വരുന്ന സമയത്ത് അതിനോട് എന്താ പറയുക, നിങ്ങൾക്ക് നല്ല എനർജീസ് ആണെന്ന് മനസ്സിലായിട്ടും ആ ഒരു ചേഞ്ചസിനോട് നോ പറയുക, അത് കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ്, നന്മ നിറഞ്ഞ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഹാപ്പിനെസ് കൊണ്ടുതരുന്ന സന്ദർഭങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം പെരുമാറാനായിട്ട്, ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, എഗെയിൻ ആ വളർത്തുമൃഗങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കെയർ കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുമ്പോൾ അതിനോട് എസ് പറയാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, മൂണിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സാറ്റർഡേ വന്നിട്ട് നിങ്ങളെ ഇമോഷണലി ഒത്തിരി അപ്സെറ്റ് ആക്കിയ, ഒത്തിരി വിഷമിപ്പിച്ച എന്തെങ്കിലും എനർജീസ്, അതിന് എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസ്, എന്തെങ്കിലുമൊക്കെ നീതി ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മറഞ്ഞിരുന്ന പല സത്യങ്ങളും വെളിച്ചത്തോട്ട് വരുന്ന ഒരു എനർജി ആയിരിക്കാം. അതുപോലെ തന്നെ സൺഡേയുടെ എനർജി ആയിട്ട് ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലേസ്, സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടുന്ന, എനർജി ലെവൽ കൂട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഹാപ്പി ന്യൂസ്, എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു
പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടുള്ള ഒരു ആൻസറിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി കടന്നു വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ കോൺഫിഡൻസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തികളായിട്ടുള്ള ഡീലിങ്സ് ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ട്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഗിഫ്റ്റ്സ് ഉണ്ട്, ടാലൻസ് ഉണ്ട്, അത് നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഡെത്ത് വന്നിട്ട് നിങ്ങൾ ഒത്തിരി ഓവർ ജഡ്ജ്മെൻ്റൽ എനർജിയിൽ നിൽക്കുന്നുണ്ടാകാം. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടിട്ടും നിങ്ങൾ പിന്നോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സൺഡേയുടെ എനർജിയിൽ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മദർ ചൈൽഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലിലുള്ള എന്തെങ്കിലും ബ്ലോക്കേജ് ആയിരിക്കാം, ഇന്നർ ചൈൽഡ് വൂണ്ട് ആയിരിക്കാം, കുട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അത് കുറച്ചും കൂടെ ഹീൽ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടിരിക്കാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ദ സ്റ്റാറിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു സൺഡേയിൽ ഒത്തിരി ഹീലിംഗ് എനർജി അവൈലബിൾ ആണ്. ഒത്തിരി കാര്യങ്ങൾ ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫെമിനിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ, എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ കുറച്ച് ദിവസമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറിൽ ഒത്തിരി നെയിം, ഫെയിം, റെക്കഗ്നിഷനാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയുന്നത്, നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ നൽകുന്ന ആ ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹീലിംഗ് പ്രൊഫഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി പോസിറ്റീവ് എനർജി ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് ഹീലിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാകാം, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, പുതിയ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത്, ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരുടെ എന്തെങ്കിലുമൊക്കെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേര് വിദേശയാത്ര നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വിഷസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഓക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡിൽ ഒത്തിരി റീകൺസിലിയേഷൻ്റെ എനർജി, റീയൂണിയൻ്റെ എനർജിയും കാണുന്നുണ്ട്. റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യുന്ന എനർജി. റീയൂണിയൻ പാസ്റ്റിലെ നിങ്ങളുടെ കുട്ടിക്കാലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ നാളായിട്ട് കാണാതിരുന്ന വ്യക്തികളായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സ്നേഹം, ആ ഒരു എനർജി ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കുറച്ച് പേരുടെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവർ അംഗീകരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീക്കെൻഡിൻ്റെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.